ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമ്മൾക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 88 സന്താനഗോപാലം ശ്ലോകം 9. യുവാം മാമേവ ദ്വാവധികവിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹർഷം ദ്വിജസുതാൻ നയേതം ദ്രാഗേതാനിതി ഖലു വിതീർണാൻ പുനരമൂൻ ദ്വിജായാദായാദാ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യുവാം മാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയം അഹം അഹാർഷം ദ്വിജസുതാൻ നയേതം ദ്രാഗ് ഏതാൻ ഇതി ഖലു വിതീർണാൻ പുനർ അമൂൻ ദ്വിജായാദായാദാ പ്രണുത മഹിമ പാണ്ഡുജനുഷാ. അർത്ഥം: അധിക വിവൃതാന്തർഹിതതയാ, ഏറ്റവും തെളിഞ്ഞും മറഞ്ഞും സ്ഥിതി ചെയ്യുന്നതിനാൽ, വിഭിന്നൗ വിഭിന്നന്മാരും, മാം ഏവ എന്നെ തന്നെ, യുവാം ദ്വൗ നിങ്ങൾ രണ്ടുപേരെയും, സന്ദ്രഷ്ടും സന്ദർശിക്കുന്നതിന്, അഹം ഞാൻ, സ്വയം തനിച്ചു, ദ്വിജസുതാൻ ബ്രാഹ്മണപുത്രന്മാരെ, അഹാർഷം അപഹരിച്ചു, ഏതാൻ ഈ കുഞ്ഞുങ്ങളെ, ദ്രാഗ് വേഗം, നയേതം കൊണ്ടുപോയാലും, ഇതി ഖലു എന്നിപ്രകാരം പറഞ്ഞിട്ട്, പുന പിന്നീട്, വിതീർണാൻ നൽകപ്പെട്ടവരായ, അമൂൻ ഈ കുട്ടികളെ, ആദായ കൈക്കൊണ്ടിട്ട്, പാണ്ഡുജനുഷ അർജുനനാൽ, പ്രണുത മഹിമ പ്രശംസിക്കപ്പെട്ട മഹത്വത്തോടു കൂടിയവനായി, ദ്വിജായ ബ്രാഹ്മണനായിക്കൊണ്ട് അത് കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. യുവാമാമേവ, യുവാം മാം ഏവ, യുവാമാമേവ ദ്വാവധിക, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിവൃതാന്തർ ഹിതതയാ വിഭിന്നൗ, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സന്ദ്രഷ്ടും സ്വയം അഹം അഹാർഷം ദ്വിജസുതാൻ നയേതം ദ്രാഗ് ഏതാൻ ഇതി ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിതീർണാൻ പുനർ അമൂൻ ദ്വിജായാദായാദാ, അവിടെ വിസർഗം. പ്രണുത മഹിമ പാണ്ഡുജനുഷാ. ദ്വിജായാദായാദ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ദ്വിജായ ആദായ അത് അത് ചേർത്തിട്ടുള്ള വാക്കാണത്. യുവാമാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹർഷം ദ്വിജസുതാൻ നയേതം ദ്രാഗേതാനിതി ഖലു വിതീർണാൻ പുനരമൂൻ ദ്വിജായാദായാദാ പ്രണുത മഹിമാ പാണ്ഡുജനുഷാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഏവം നാനാവിഹാരൈർജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണന്നീജാനോ യജ്ഞഭേദൈരതുലവിഹൃതിഭിः പ്രീണയന്യേണ നേത്രാः ഭൂഭാരക്ഷേപദംഭാത് പദകമലജുഷാം മോക്ഷണായാവതീർണ
പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാദ്യദുഷു മനുജതാരൂഷിതസ്ത്വം വ്യലാസി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഏവം നാനാ വിഹാരൈർ ജഗത് അഭിരമയൻ വൃഷ്ണി വംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈർ അതുല വിഹൃതിഭി പ്രീണയൻ ഏണ നേത്രാ ഭൂഭാരക്ഷേപ ദംഭാത് പദകമലജുഷാം മോക്ഷണായാവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജതാരൂഷിത സ്ത്വം വ്യലാസി. അർത്ഥം: ഏവം ഇപ്രകാരം നാനാവിഹാരൈ പലതരം ക്രീഡകൾ കൊണ്ട് ജഗത് ജഗത്തിനെ അഭിരമയൻ സന്തോഷിപ്പിക്കുന്നവനും വൃഷ്ണിവംശം യദുവംശത്തെ പ്രപുഷ്ണൻ പോഷിപ്പിക്കുന്നവനും യജ്ഞഭേദൈ പലതരം യജ്ഞങ്ങൾ കൊണ്ട് ഈജാന യജ്ഞം ചെയ്യുന്നവനും അതുലവിഹൃതിഭി സാദൃശ്യമില്ലാത്ത ക്രീഡകളാൽ ഏണനേത്ര സുന്ദരികളായ ഭാര്യമാരെ പ്രീണയൻ സന്തോഷിപ്പിക്കുന്നവനും ഭൂഭാരക്ഷേപദംഭാത് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുകയെന്ന വ്യാജേന പദകമലജുഷാം തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് മോക്ഷണായ മോക്ഷത്തിനു വേണ്ടി യദുഷു യദുവംശത്തിൽ അവതീർണ അവതരിച്ചവനുമായ ത്വം അങ്ങ് സാക്ഷാത് പ്രത്യക്ഷമായ പൂർണ്ണം പൂർണ്ണമായ ബ്രഹ്മ ഏവ ബ്രഹ്മം തന്നെയാണ് മനുജതാരൂഷിത മനുഷ്യരൂപത്തിൽ വ്യലാസി പ്രകാശിച്ചു എന്നു മാത്രം. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഏവം നാനാ വിഹാരൈർ ജഗത് അഭിരമയൻ അഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വൃഷ്ണി വംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞ എന്നാണ് യജ്ഞ എന്നുള്ളതിൻ്റെ ഭേദൈർ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുല വിഹൃതിഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവിടെ വിസർഗം. പ്രീണയൻ ഏണ നേത്രാ അവിടെയും വിസർഗം. ഭൂഭാര ഭൂന്നും ഭാന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ക്ഷേപ ക്ഷേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദംഭാത് പദകമല ജുഷാം മോക്ഷണായ അവതീർണ അവിടെ വിസർഗം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. പൂർണ്ണം ബ്രഹ്മൈവ മ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. ബ്രഹ്മൈവ സാക്ഷാത് ക്ഷ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. യദുഷു മനുജതാ രൂഷിത സ്ത്വം വ്യലാസി വിസർഗത്തോടു കൂടെ നിർത്തണം. നീട്ടിയിട്ട് വിസർഗം. ഏവം നാനാവിഹാരൈർജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണന്നീജാനോ യജ്ഞഭേദൈരതുലവിഹൃതിഭി പ്രീണയന്നേണ നേത്രാഃ ഭൂപാരക്ഷേപദംഭാത് പദകമലജുഷാം മോക്ഷണായാവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജതാരൂഷിതസ്ത്വം വ്യലാസി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.